ശ്രീ മഹേഷ് പണിക്കർ, അങ്ങും ചില ദിവസങ്ങളും സമയമൊക്കെ കണക്കാക്കി ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയാറുണ്ട്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, SITയിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ, അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അപ്പോഴും ഈ ഒന്നാം പ്രതി നാളെ പുറത്തിറങ്ങും എന്നുള്ളത് വിശ്വാസികൾ എങ്ങനെ കാണും എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. ഇതിന് വേറൊരു ലോജിക് ഉണ്ട്. അതായത് വേട്ട അവസാനിക്കപ്പെട്ടു എന്ന് ഇരകളെ ബോധ്യപ്പെടുത്തുന്ന വേട്ടക്കാരനാണ് മിടുക്കനെന്ന് പറയും. കാര്യം ഈ മാളത്തിലൊക്കെ ഒളിച്ചിരിക്കുന്നവരെ പൊക്കിയെടുക്കണമെങ്കിൽ ഈ വേട്ട അവസാനിച്ചു എന്ന് അവർക്കൊരു തോന്നൽ വരണം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് അതിനെ കാണാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സത്യമായിട്ടും അറിയാം ഇത് ആർക്കാ കൊടുത്തത്, എത്ര രൂപയാണ് കിട്ടിയത്, ആരൊക്കെയാണ് അയാളുടെ പങ്കാളികൾ, കാലാകാലങ്ങളിൽ ആരൊക്കെ അയാൾ കൂട്ടുവെച്ചിട്ടുണ്ട്, അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അയാളെ വെച്ചിട്ട് തന്നെ അത് പൊക്കിയെടുക്കാനുള്ള ചൂണ്ടയിലെ മണ്ണരയാന്നായിട്ടാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇന്നിപ്പോൾ വേറൊരു നെയ്ക്കൊള്ളയെ വെച്ചിട്ട് വേറൊരു സുനിൽ പോറ്റിയും പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ശബരിമല ഒരു ശുദ്ധീകരണം, അതായത് ഈ പറഞ്ഞ മധുചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 75ാം വാർഷികത്തിൽ തന്നെ ശബരിമലയെ മൊത്തം ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ നിസാരം ഈ ഒരു ദ്വാരപാലക ശില്പത്തിലെ ഇതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല. അവിടെ കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള മൊത്തം കൊള്ളയും മൊത്തം ക്രമക്കേടുകളും അവസാനിപ്പിക്കാനായിട്ട് അയ്യപ്പൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ദേവസ്വം ബെഞ്ചിനെ കറക്റ്റായിട്ട് ചുമതല ിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ പറയുന്ന പെട്ടെന്നൊരു കുറ്റപത്രം കൊടുത്ത് ഇപ്പോൾ 1-2 പ്രതികളെ വെച്ചിട്ട് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഇതിന്റെ ബാക്കിലേക്കുള്ള പോകാനുള്ള എല്ലാ സാധ്യതകളും ബാക്കിയുള്ള കൊടിമരം, ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ മണി, കുംഭകോണം മണി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 1953 ചെറിയൊരു ടൈമിന്റെ വ്യത്യാസം, 1953 അത് പ്രതിഷ്ഠിച്ചത്. പക്ഷേ ആ മണികളൊക്കെ ഈ പറഞ്ഞ കുറിപ്പിന്റെ റിപ്പോർട്ടിലൊക്കെ വ്യക്തമായിട്ടുണ്ട് ആ മണി കൊണ്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തെന്നും അതുപോലെ തന്നെ ആ സമയത്ത് അവിടുത്തെ താഴെക്കൂടെ ഇളക്കിക്കൊണ്ട് ഉരുക്കി അതിനകത്തുനിന്ന് 60 ഗ്രാം സ്വർണ്ണം എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. 3-4 കിലോ ഉള്ളതാണ് 6 താഴെക്കൂടം. അപ്പം ഇതൊക്കെ ആ റിപ്പോർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാര്യം വ്യക്തമായ കൊള്ളകൾ, വ്യക്തമായ റിപ്പോർട്ടുകളിൽ തന്നെയുള്ള ഗവൺമെന്റിന്റെ രേഖകളിൽ തന്നെയുള്ള വ്യക്തമായ കൊള്ളകൾ നമ്മൾ മനസ്സിലാക്കേണ്ട. ASP കുറുപ്പ് എന്ന് പറയുന്ന വിദ്വാന് അയാൾ 4 റിപ്പോർട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞ വാജിവാഹനത്തിന്റെ കേസ് പറയുന്നത്. ഈ ആദ്യത്തെ 4 റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷം മിണ്ടുന്നില്ല. ഇത് കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ റിപ്പോർട്ടിലാണ് ഇങ്ങനൊന്നും കൊടുത്തു എന്ന് പറയുന്നത്. ആചാരപ്രകാരം ചെറിയ വ്യത്യാസമില്ലേ? അത് കോടതി നിയോഗിച്ച ആളാണ്, കോടതിയുടെ അഭിഭാഷകനാണ് ഈ പറയുന്ന കുറിപ്പ്. അപ്പോൾ കോടതി അറിയിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ എന്നൊരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം കോടതിയിലേക്ക് പോയ കടലാസുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ മണിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മണി അവിടെ നിന്ന് അഴിച്ച് അത് പമ്പയിൽ ഇരിക്കുന്നുണ്ട് എന്നൊരു വാദം കൂടിയുണ്ടല്ലോ. ഈ മണി എന്ന് പറയുന്നത് അത് സ്വർണമാണോ? സ്വർണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? സ്വർണ്ണമല്ല. അതൊരു പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ ഇത് റിപ്പയർ ചെയ്യാനും മാന്നാറ് പോയിട്ടുണ്ടെന്നേ. അത് റിപ്പയർ ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ വിൽക്കുകയല്ലേ. ഇപ്പം ശബരിമല ക്ഷേത്രത്തിന്റെ മഹാക്ഷേത്രത്തിന്റെ വാതിൽ അടിച്ചു മാറ്റാൻ നമ്മുടെ മുമ്പിൽ ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു കൊടും കൊള്ളക്കാരനെ സംബന്ധിച്ച്, അല്ലെ അവരുടെ ഒരു കൊള്ള സംഘത്തിനെ സംബന്ധിച്ച് ഈ പുറത്ത് നിൽക്കുന്ന ഒരു മണി അവരുടെ സങ്കേതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റത്തില്ലെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് ധൈര്യത്തിലാണ് വിശ്വസിക്കുന്നത്? ഭഗവാന്റെ വാതിൽ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ, അതായത് ഇവിടെ കിടന്ന ഒറിജിനൽ അവർ മാറ്റി വേറൊരെണ്ണം ഇപ്പം ഇതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്, ഈ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവിടെ വെക്കുന്നു. അതേ സൈസിൽ ആ കമ്പവിളക്കുണ്ട്, 4 കമ്പവിളക്കുണ്ട്. ആ 4 കമ്പവിളക്കും പോയി. എന്നിട്ട് ഇപ്പം വേറെ 4 കമ്പവിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വേറെ 2 മണി അവിടെയും വെച്ചിട്ടുണ്ട്. മറ്റേ ബാക്കി മണി മറ്റേ ഒരെണ്ണം സ്റ്റോർ റൂമിൽ, ഒരെണ്ണം മാളികപ്പുറത്തിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം ഇവിടെ നിർമ്മിച്ചതാണ്. ഇവര് ഈ പറയുന്ന 2017 നിർമ്മിച്ചാണ്. 1953 നിർമ്മിച്ചതും 2017 നിർമ്മിക്കുന്നതും തമ്മിൽ ആ കാലത്തിന്റെ വ്യത്യാസമുണ്ട്, അതിന്റെ വിലയുടെ വ്യത്യാസമുണ്ട്, അതിന്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ കൊള്ളാന്ന് പറയുന്നത്. വാജിവാഹനം ഉൾപ്പെടെ, വാജിവാഹനം എല്ലാവരും പറയുന്നു, ഇപ്പൊ പറയുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ, മെയിൻ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കോടതിയുടെ അനുമതിയോടെ കൊടുത്തത്. അനുമതിയല്ല, അനുവാദമല്ല, അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ സാധനം മാറിക്കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞ് കോടതി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കാര്യമുണ്ടോ? ആ നിയമപ്രകാരം കൊണ്ടുപോയെന്ന് പറയുന്നത്. ഏത് നിയമത്തിലാണ് പറയുന്നത്? അങ്ങനെ അത് ഉരുക്കി, അങ്ങനെ നിയമത്തിൽ പറയുവാണെങ്കിൽ തന്നെ ഉരുക്കി മാത്രമേ കൊടുക്കാവൂ. ഉരുക്കാതെ ഇതേ ഷേപ്പിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാജിവാഹനം, ഒന്ന് നേരത്തെ തന്ത്രി പ്രതിഷ്ഠിച്ച വാജിവാഹനം ഇപ്പം തൊണ്ടി മുതലായിട്ട് കഞ്ചാവിന്റെയും കള്ളിന്റെയും കൂടെ ഒരു കോടതിക്കകത്തിരിക്കുകയാണ്. 2ാമത്തെ ഒരെണ്ണം മേളിയിരിക്കുകയാണ്. 3ാമത്തെ ഒരെണ്ണം ഏതോ ഒരുത്തന്റെ ആന്ധ്രയിലോ ഹൈദരാബാദിലോ ഉള്ള ഒരുത്തന്റെ വീട്ടിലിരിക്കുകയാണ്. ഇതെങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? ഒരേ സത്വമുള്ള 3 വാജിവാഹനങ്ങൾ ഒരേപോലെ നിലനിൽക്കാൻ കാരണം എന്താണ്? ഒരെണ്ണം എടുക്കുമ്പോൾ അത് ഉടച്ചിട്ടേ അടുത്ത വാർക്കാൻ പാടുള്ളൂ. അത് വാർക്കാനും ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ 17 കിലോ സ്വർണം ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്, 30 കിലോ ചെമ്പ് കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ഈ റെക്കോർഡിൽ തന്നെ ഉണ്ട്. കൂടാതെ 10-15 കിലോ സ്വർണം അവർ കളക്ട് ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ അടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൊടിമരം ഇറക്കിയപ്പോൾ അതിൽ നിന്നുള്ള സ്വർണം ചേർത്തുകൊണ്ടാണ് ഈ വാജി വാഹനം തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലേ?
അതെ 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 അതിന്റെ വെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ കോടതിയിൽ ഇരിക്കുന്ന വാജിവാഹനത്തിന്റെ വെയിറ്റ് 10 കിലോയാണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ അഷ്ടതിക്ക് ഒരു 10 കിലോ 20 കിലോയേ ഉള്ളൂ അവിടുത്തെ വാജിവാഹനത്തിന്റെ വെയിറ്റ്, വാർത്തിരിക്കുന്ന വെയിറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ വാർക്കാൻ ദേവസ്വം ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് 17 കിലോ വെള്ളിയാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. 17 കിലോ വെള്ളി. അതുപോലെ തന്നെ 30 കിലോ ചെമ്പ്. ആ റെക്കോർഡ് പ്രകാരം ഈ പറഞ്ഞ ഫൈനൽ റിപ്പോർട്ട് പറയാൻ 30 കിലോ ചെമ്പ് പ്ലസ് ഇവർ കളക്ട് ചെയ്തിരിക്കുന്ന 10-15 കിലോ സ്വർണം. അപ്പൊ എത്ര കിലോ ആയി മൊത്തം? 10-70 കിലോ സ്വർണം അവർ മറ്റേ ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ കളക്ട് ചെയ്തിട്ട് 20 കിലോയാണ് മെറ്റീരിയൽ അവിടെ വന്നിരിക്കുന്നത്. ബാക്കി അവിടെ. അപ്പം ഇതൊക്കെ വെറും കൊള്ളയാണെന്ന്, തട്ടിപ്പിന്റെ വലിയ കൂത്തരങ്ങാണ്. ഇതൊക്കെ മാറ്റാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കലാകാലങ്ങളിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം ഒരു നിസാരമായ കുറ്റപത്രത്തിലും നിസാരമായ പ്രതികളിലും ഫ്രെയിം ചെയ്യാതെ അതിനൊരു വിശാല അർത്ഥത്തിൽ വലിയ ഫ്രെയിമിംഗ് ആയിട്ട് ഈ സിൽവർ ജൂബിലി വർഷത്തിൽ തന്നെ ശബരിമലയെ ശുദ്ധീകരിക്കാനും അവിടുത്തെ ഈ പറഞ്ഞ ഇപ്പൊ അടുത്തൊരു നെയ്ക്കുള്ള ഒരുത്തനെ പിടിച്ചിട്ടുണ്ടല്ലോ, സുനിൽ പോറ്റി. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിലൊക്കെ എല്ലാ അന്വേഷണം പോട്ടെ, ബാക്കിയുള്ളവരും വരട്ടെ. അതെ, പ്ലാറ്റിനം. സോറി. Debate with Smriti Parathikkad.